അമ്മു സജീവൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വേദനയായി മാറുകയാണ്. പത്തനംതിട്ടയിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി ഹോസ്റ്റലിൻ്റെ 3ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചു. അങ്ങേറ്റം വേദനാജനകമാണ്. പക്ഷേ അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോലും വീട്ടുകാർ സംശയിക്കുന്നുണ്ട്. വീട്ടുകാർക്ക് പല സംശയങ്ങൾ, ഒരുപാട് ദുരൂഹതകൾ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വൈകിയ കാര്യമടക്കമുള്ള വീട്ടുകാരുടെ വളരെ ജെന്യുവനായിട്ടുള്ള കുറേയധികം ആശങ്കകൾ, അത് പരിഹരിക്കപ്പെടേണ്ട ആശങ്കകൾ തന്നെയാണ്. അതോടൊപ്പം സഹപാഠികളെ പറ്റി വീട്ടുകാർ പറഞ്ഞിരുന്നു. സഹപാഠികൾ നിരന്തരം ഒരു കാര്യമില്ലാതെ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സഹപാഠികൾക്കെതിരെ ഇന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസിനെതിരെ, കോളേജിനെതിരെയൊക്കെ KSU ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കണ്ടു. ഇന്നലെ KSU പറയുന്നത് അത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്, ഉത്തരവാദികൾ കോളേജാണ് എന്നൊക്കെ ഇന്നലെ KSU പറഞ്ഞത് കേട്ടു. അങ്ങനെ ആ വിഷയം കുറച്ച് സജീവമായി, അല്ലേ? ശരിയാവണ്ണം സജീവമായി വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ ഉണ്ട്. ജയശങ്കർ, എനിക്ക് ഒരു വെരി ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ തോന്നുന്നില്ല, പക്ഷെ നമ്മൾ വളരെ സജീവമായി ഈ വിഷയത്തോടൊപ്പമുണ്ട്. #Justice for Ammu എന്ന് പറയുന്ന നമ്മുടെ ആ കൂടപ്പറപ്പിന് വേണ്ടി നമ്മളും കൂടെയുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു കമ്മിറ്റി നിയോഗിച്ച ചില മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. KSUവിന്റെ വിദ്യാഭ്യാസ ബന്ധമുണ്ട്. അപ്പോൾ ഇന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചലനങ്ങളാണ് ഉണ്ടാവുക? ആഷ്മി, ക്രിസ്റ്റീന, പത്തനംതിട്ടയിൽ കാര്യങ്ങൾ അത്ര ഗുഡല്ല. പക്ഷേ അമ്മു കേസുമായി ബന്ധപ്പെട്ട വലിയ പുരോഗതിയുണ്ട്. കാരണം ഈ കേസിൽ ആദ്യം മുതൽ കുടുംബം ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ച 3 സഹപാഠികൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി പത്തനംതിട്ട പോലീസ് ജില്ലയ്ക്ക് പുറത്തു പോയാണ് അതീവ രഹസ്യമായി 3 പേരെ കസ്റ്റഡിയിലെടുത്തത്. മിക്കവാറും അവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ പോലീസ് രേഖപ്പെടുത്തും. ഇന്നലെ രാത്രി ഏറെ വൈകി നമ്മൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊരു ഘട്ടത്തിൽ പെൺകുട്ടികളാണ്, സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഒരു ചോദ്യം ചെയ്യലോ മറ്റ് നടപടികളിലേക്കോ പോലീസ് കടന്നിട്ടില്ല. ഇനി നേരം വെളുത്തതിന് ശേഷമായിരിക്കും പോലീസിൻ്റെ അടുത്ത നീക്കങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി പെൺകുട്ടികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം കോടതിയിൽ കൊണ്ടുപോകാനുണ്ട്, മറ്റ് മെഡിക്കൽ പരിശോധന നടത്താനുണ്ട്. അങ്ങനെ നടപടികൾ ഒരുപാടുണ്ട്. എന്തായാലും കുടുംബത്തിൻ്റെ വലിയ ആരോപണം ഈ 3 പെൺകുട്ടികൾക്കെതിരെയായിരുന്നു. ആ കാര്യത്തിൽ പോലീസ് എന്തായാലും ഒരു അടുത്ത സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഇനി കോളേജ് അധികൃതരാണ് അടുത്ത പ്രശ്നക്കാർ, ഇല്ലെങ്കിൽ കുടുംബം കുറ്റാരോപിതരെന്ന് പറയുന്നത്. അവർക്കെതിരെ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുമോ, പോലീസ് അന്വേഷണം അതിൻ്റെ എന്ത് നിഗമനത്തിലാണ് എത്തുക എന്നറിയാനുണ്ട്. ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി നിയോഗിച്ച സമിതിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അവർ അടുത്ത ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും ആ റിപ്പോർട്ടിലും ഈ അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നിഗമനങ്ങളുണ്ടാവും. കാരണം ആരോഗ്യ സർവകലാശാലയാണ്, മെഡിക്കൽ രംഗത്ത് വലിയ പരിചയമുള്ള ആളുകളാണ്. ഈ മെഡിക്കൽ വീഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ എന്തായാലും കൃത്യമായിട്ടുള്ള നിഗമനങ്ങൾ അതിലുണ്ടാകും. ഒപ്പം തന്നെ ഈ പോലീസിൻ്റെ അന്വേഷണം അത് എല്ലാ തലങ്ങളിലും പോകുന്നുണ്ട്. ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും കോളേജ് കേന്ദ്രീകരിച്ചൊക്കെ മറ്റൊരു തലത്തിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു. സർവകലാശാലയുടെ അന്വേഷണം, അതിൻ്റെ റിപ്പോർട്ട് ഉടൻ വരും. ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ സജീവമായി സമരമുഖത്തുണ്ട്. അമ്മുവിന് നീതിക്ക് വേണ്ടി അവർ രംഗത്തുണ്ട്. ഇന്നലെ KSUവിൻ്റെ പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. അതിൻ്റെ സംഘർഷത്തിന് പിന്നാലെ ഇന്ന് പത്തനംതിട്ടയിൽ KSUവിൻ്റെ വിദ്യാഭ്യാസ ബന്ധാണ്. കലോത്സവത്തെയും ഒപ്പം തന്നെ പരീക്ഷകളെയും ഈ ബന്ദിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ അമ്മു വിഷയം ഭയങ്കര സജീവമാണ്. പത്തനംതിട്ടയിൽ വിദ്യാർത്ഥി സംഘടനകളും രംഗത്തുണ്ട്. പോലീസ് അതിന് കൃത്യമായ രീതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. കുടുംബം ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അവർ നീതി തേടി. അമ്മുവിന് എന്തായാലും നീതി വേണം. അമ്മുവിനൊപ്പം നമ്മളും ഉണ്ടാകും. AV ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത്.